അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ്. ശബരിമലയിൽ കാലങ്ങളായി അവിടുത്തെ ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഭക്തജനങ്ങളുടെ അതായത് അവിടെ വരുന്ന കാണിക്കുകയും അവിടെ വരുന്ന സ്വർണ്ണമൊക്കെ ഭൂരിഭാഗവും അവരുടെ കസ്റ്റഡിയിലാണ്, അവരടിച്ചുകൊണ്ട് പോവുകയാണ്. അത് എത്രയോ കാലം മുതൽ നടക്കുന്ന സംഭവമാണ്. ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. അവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ അവിടുത്തെ അത് നിയന്ത്രിക്കുന്ന, അതായത് അതിൻ്റെ ഭരണത്തിൽ വരുന്നവരും, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കക്ഷിഭേദം, അത് രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. ആർക്ക് അവിടെ അവസരം കിട്ടുന്നോ, നമ്പൂതിരി ആയാലും പോറ്റി ആയാലും പിന്നെ അവിടുത്തെ പരികർമ്മി, അതായത് തന്ത്രി കുടുംബമാണ് ഏറ്റവും ഉള്ള അതിൻ്റെ അകത്ത് കൊള്ളക്കാരൻ. കാരണം അയാളാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അയാൾ ഈ സംഭവം അയാൾ ശുദ്ധ കള്ളനാണ്. അവന്മാരുടെ കുടുംബം തന്നെ കള്ളമാണ്. കാരണം ഇതെത്രയോ കാലമായിട്ട് അയ്യപ്പൻ്റെ സ്വത്ത് അങ്ങനെ കിട്ടുന്ന ഒരിക്കലും അയാൾക്കത് അനുഭവിക്കാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ? അത് സാധാരണ അതേ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾ കൊടുക്കുന്ന അയാൾക്ക് കൊടുക്കുന്നതല്ലല്ലോ. അയാൾ തിന്നു കൊഴുത്ത് അയാളത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നവർക്കും കുറേശ്ശെ കൊടുത്ത് സുഖമായിട്ട് വാണോണ്ടിരിക്കുക. അയാളിപ്പം താൽക്കാലികമായിട്ടിപ്പം അയാളെ ജയിലിലാണെങ്കിലും റിമാൻഡിലാണെങ്കിലും അയാളെ സുഖമായിട്ട് അയാൾക്ക് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് 3 സുപ്രധാനമായ പ്രധാനപ്പെട്ട പാർട്ടികൾ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. ഒന്ന് BJPയുടെ ആളാണ്, അതിനെ നിയന്ത്രിക്കുന്ന ആൾ, അതായത് നല്ല പേരെന്നാ, എൻ്റെ കോപ്പെങ്കിലും ആട്ടെ അവർ. പിന്നെ ഇതിനെ ഓരോ പ്രാവശ്യം അവിടെ പൂജയ്ക്കായി വരുന്ന മെയിൻ ശാന്തി, അതായത് അയാൾ വരുന്നത് പലരും പറയുന്നത് കേട്ടു ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ അധികാരത്തിൽ വരുന്നതെന്ന്. ലക്ഷങ്ങൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തർ വരുന്നത് 25 ലക്ഷം രൂപയൊക്കെ ഡൊണേഷൻ കൊടുത്ത് സംഭാവന കൊടുത്തിട്ടാണ്. ബോർഡിനാണോ ഇനിയിപ്പം തന്ത്രിക്കാണോ എന്നറിയത്തില്ല, തന്ത്രിയാണ് അവിടുത്തെ മെയിൻ ആൾ. അപ്പോൾ തന്ത്രിക്കാണോ ബോർഡിലുള്ളവർക്കാണോ ഇങ്ങനെ കൊടുത്തിട്ടാണ് അയാൾ അവിടെ കയറുന്നത്. അവിടെ കയറുമ്പോൾ ഇയാൾക്ക് കുറച്ച് പണം ഉണ്ടാക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ 25 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കയറുന്നത്. അത് കൊടുത്തു കഴിയുമ്പം അയാളത് പലർക്കും വീതം വെക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ഈ പണം കുറച്ച് കൂടുതൽ കിട്ടുമ്പം അവരതിനോട് ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് ഷെയറൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവന്മാരെല്ലാവരും കൂടി അത് കട്ടുമുടിക്കുകയാണ്. അതിൻ്റെ അകത്ത് കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റ് പാർട്ടി എന്നോ BJP എന്നോ ഒന്നുമില്ല. കാരണം ആരവിടെ അടുത്ത് കൂടുന്നോ അവരെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. അത് മോഷ്ടിക്കാത്തത് വളരെ കുറവാണ്, അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർ മോഷ്ടിക്കണ്ട എന്നുള്ള താല്പര്യമുള്ളവർ അവിടെ പോവില്ല. കാരണം വൃത്തികേട് കാണിക്കാൻ താല്പര്യമില്ലാത്തവർ ഒരിക്കലും അങ്ങോട്ട് അടുക്കില്ല. അപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെല്ലാം മിക്കവാറും കള്ളന്മാരാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇത് ഒളിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഈ നേതാക്കന്മാരെയൊക്കെ കൂട്ടി, ഒന്നെങ്കിൽ നേതാക്കന്മാർക്കൊക്കെ ഇച്ചിരി കൊടുത്തായിരിക്കും അവരുടെയൊക്കെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുക. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അവിടെ ചെന്നത് ഈ പോറ്റിയും അടൂർ പ്രകാശും ഒക്കെ പോയെന്നല്ലേ പറഞ്ഞത്. അപ്പം അവരെയും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവനറിയാം, ഈ പോറ്റിക്കറിയാം ഇന്നല്ലേ നാളെ ഇത് ചിലപ്പോൾ പിടി വീഴുന്നു. അപ്പോൾ ഈ പിടി വീണാലും ഈ നമ്പറൊക്കെ കാട്ടി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരിപ്പോരാനുള്ള പണി അവർ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. കള്ളനറിയാം. ഇവർ പറയുന്നത് ദേവപ്രശ്നത്തിൽ കണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ 2004 ജയിൽവാസവും മാനഹാനി ഒക്കെ ഉണ്ടാകുമെന്ന്. ഈ കക്കുന്നവനെന്നും അറിയാമല്ലോ, അവന് ദേവപ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. കള്ളനെന്നും അറിയാം ചിലപ്പോൾ പിടിക്കപ്പെടാവുന്നത്. ഒരു കള്ളവും ചിലപ്പോൾ വളരെ കുറഞ്ഞ കള്ളവേ പിടിക്കപ്പെടാത്തുള്ളൂ. അല്ലാതെ ചിലപ്പോൾ അറിയാം കള്ളൻ മോഷ്ടാവിനെന്നും അറിയാം ഞാൻ ഏത് സമയം പിടിക്കപ്പെടുമെന്ന്. അപ്പം അത് ദേവപ്രശ്നത്തിൽ എന്ത് ദേവപ്രശ്നം, ഒരു ദേവപ്രശ്നമില്ല. ഒരു ദേവനും ഒരു പുല്ലും ഈ ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മുഴുവൻ വെറും തട്ടിപ്പാണ്. എല്ലാ മതക്കാരുടെയും ഈ ആരാധനയെന്ന് പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പാണ്. അതായത് ഈ അമ്പലത്തിലൊക്കെ പോയി വെറുതെ വഴിപാടും ഇങ്ങനെയൊക്കെ നടത്തി വരുന്നത് അതായത് അവരുടെ അറിവില്ലായ്മയാണ്. അത് ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ദൈവത്തിനോ ഭഗവാനോ അള്ളായ്ക്കോ ഒന്നും ഒരു പുല്ലും ഈ ഭൂമി ചെയ്യാൻ പറ്റത്തില്ല. ഇവരൊക്കെ ചുമ്മാ മനുഷ്യനുണ്ടാക്കിയ ഓരോ ബിംബങ്ങളാണ്. ഇതിനെയൊക്കെ എതിർക്കുന്നവരെന്നാൽ ഇവരെ ഒരു പ്രാവശ്യം അവരെ നശിപ്പിക്കട്ടെ. ഒന്നും ചെയ്യുന്നില്ല.
ഇവർ ഈ കാണിക്കുന്ന ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർ ഇങ്ങനെ കുറേ ഈ ഈ മതത്തിൻ്റെ പേരിൽ കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ പരിപാടികളായത്. കുറേ പേരെ കഷ്ടപ്പെടുത്തി പേടിപ്പിച്ച് നിർത്തിയേക്കുക. എന്നിട്ട് അവരിൽ നിന്നുള്ള നേർച്ചയായിട്ടും വഴിപാടായിട്ടും അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റുക, അവരുടെ അധ്വാനബലം അടിച്ചു മാറ്റുക. ഇവിടെ നടക്കുന്നത് വെറും വൃത്തികെട്ട പരിപാടിയാണ്. ഇതിൻ്റെ അകത്തൊന്നും ഒരു വിശ്വാസത്തിൻ്റെ അല്ല. മനുഷ്യൻ മാന്യമായിട്ട് വേറൊരുത്തിന് ശല്യം ചെയ്യാതെ ജീവിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വേറൊരിടത്തോൻ്റെ കയ്യേറാതിരുന്നാൽ മതി. നമുക്ക് നമ്മുടേത് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുക. നമുക്കറിയാമല്ലോ, അടിസ്ഥാനപരമായി നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാൻ പോകരുത്. അങ്ങനെ നിന്നാൽ ഒരു പ്രശ്നവുമില്ല. ഇത് മതത്തിൻ്റെ പേരിൽ, ഈ മതത്തിൻ്റെ പേരിലാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കുന്നതും പിന്നെ കൊള്ളയടിക്കുന്നതും എന്തെല്ലാം വൃത്തികേട് എന്നും പ്രശ്നം ഉണ്ടാകുന്നു. എന്ത് പല പ്രാവശ്യം ഇങ്ങനെ കലാപങ്ങളുണ്ടാകുന്നത് മതത്തിൻ്റെ പേരിലല്ലേ? എന്തിനാ ഇപ്പം BJPക്കാർ പറയുന്നത് അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടെന്ന് ഒരു മറ്റുള്ളവർ മുഴുവൻ ഇവിടെ പോകണം, അതായത് ഹിന്ദുക്കൾ മാത്രം മതി എന്നും പറഞ്ഞിട്ടില്ലേ ഇപ്പം മോദി വന്നത്? 2000 പേരെ കൊന്നിട്ടല്ലേ മോദി പ്രധാനമന്ത്രിയായത്. അങ്ങനെ എത്രയോ ഇനിയിപ്പം അടുത്തത് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റുമില്ല. അയാളൊരു സത്യം വിളിച്ചു പറഞ്ഞു. പിണറായി പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് എനിക്കും അറിയാം, പക്ഷേ പറയാൻ പാടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ കുറച്ച് വോട്ട് ചെയ്ത് കിട്ടാതെ ആദ്യം ഇരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളിൽ 90% മുഴുവൻ വർഗീയവാദികളാണ്. അതിൻ്റെ അകത്തൊരു 10% മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഞാൻ അങ്ങനെയല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവന്മാരാണ്. ഇത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിലൊന്നും പെടാത്തവന്മാരാണ് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന തെണ്ടികൾ. അവന്മാർക്ക് എന്നാന്ന് ചോദിച്ചാൽ ആരെന്നാ ചെയ്താലും വേണ്ടിയില്ല. ഞാൻ അപ്പം എപ്പുറത്തിരിക്കുന്ന സഹോദരൻ മറ്റപ്പം അടി കൊടുത്താലും ഇവൻ അനങ്ങില്ല. എടാ, ദൈവം ചോദിച്ചോളും. ദൈവത്തിൻ്റെ പണിയാണ് അതൊക്കെ. ഒരു ചെവിട്ടത്തടിച്ചാൽ മറ്റേ ചെവിട്ടം നമുക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്നത് നീ വാങ്ങിച്ചു, കുഴപ്പമില്ല. അവൻ എപ്പോഴേലും അടിച്ച് മടുക്കുമ്പോൾ അവൻ പൊക്കോടും. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, നീ സഹിച്ചു എന്നാണ് ഈ മണ്ണ ക്രിസ്ത്യാനിയുടെ പരിപാടി. അപ്പം ക്രിസ്ത്യാനിയെ വേണമെങ്കിൽ ഏത് സമയം പൂശാം, അവൻ തിരിച്ചടിക്കില്ല. പക്ഷേ മുസ്ലിങ്ങളെ തൊടാൻ പോകുമ്പോൾ അവൻ അവിടെ എവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി എന്തായാലും ഇവിടെ സ്ട്രോങ് BJPക്കാരനാണ്, അല്ല ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നവർക്കേ പ്രശ്നമുള്ളൂ. താഴെ കിടക്കുന്ന സാധാരണക്കാർക്ക്, അതായത് ഈ SNDP മുതൽ താഴോട്ടുള്ള സർവ്വ സാധനങ്ങൾ കുറേ എണ്ണമുണ്ട്. അവരാണ് ഈ ഭൂമിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒന്നും സംശയിക്കേണ്ട, അവരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. പക്ഷേ അവർക്ക് മിണ്ടാൻ ചാൻസ്, അവരെ സംസാരിപ്പിക്കില്ല. അവരിൽ മിടുക്കന്മാരായ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും മറ്റവർക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചാൽ എല്ലാം കൊള്ളയും അക്രമവും നടക്കുന്നത്. ഈ ഭൂമി രക്ഷപ്പെടാൻ വലിയ പാടാണ്. കുറേ പേരെങ്കിലും ന്യായമായിട്ട് കുറച്ച് നല്ലതായിട്ട് ചിന്തിച്ച് എങ്ങനെയും മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്, രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ.